ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണാനിടയായി. വേറെ ആരതുമല്ല, ജസ്ന സലീമിൻ്റെ വീഡിയോ ആണ് കാണാനിടയായത്. ഒരാൾ ഒന്ന് താഴ്ചയിലേക്ക് വരുമ്പോൾ സന്തോഷിക്കുന്നവരും, അത് ചിലപ്പോൾ ശത്രുക്കളായിരിക്കാം അങ്ങനെ സന്തോഷിക്കുന്നത്. മരിക്കുമ്പോഴും ചിലർ സന്തോഷിക്കുന്നവർ കാണും. ഓ, അത് തീർന്നു കിട്ടിയെങ്കിൽ മതിയായിരുന്നു എന്ന് വിചാരിച്ച് സന്തോഷിക്കുന്നവർ കാണാം. അതൊക്കെ അങ്ങനെ സന്തോഷിക്കണതും താഴ്ചയിൽ സന്തോഷിക്കണതും മരിക്കുമ്പോൾ സന്തോഷിക്കുന്നത് അത്രയ്ക്കും വൃത്തികെട്ട ജന്തുക്കളാണ്. വൃത്തികെട്ട ജന്തുക്കളെന്ന് പറയാൻ തന്നെ നാണക്കേടാണ്. പറയാൻ കാരണം നമ്മുടെ ലസിത പാലക്കൽ എന്ന് പറയുന്ന ഒരു കുട്ടി. അപ്പോൾ അവൾ ഇലക്ഷന് നിന്നിട്ട് തോറ്റു. തോൽവിയും വിജയവും അത് സ്വാഭാവികമാണ്. ഇലക്ഷന് നിന്നിട്ട് തോറ്റവർ കാണും, ജയിച്ചവരും ഉണ്ട്. ജസ്ന സലീം എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഇനി അതങ്ങനെ പറയാൻ പറ്റുള്ളൂ, അവൾ ലസിത പാലക്കൽ ഇലക്ഷന് നിന്നിട്ട് തോറ്റു എന്ന് പറഞ്ഞും കൊണ്ട് ഒരു കേക്ക് മുറിക്കുകയാണ്. അപ്പം ആ കേക്കിൽ അത് നമുക്കൊന്ന് കാണാം. അയ്യോ, അയ്യോ പോയേ, അയ്യോ പോയേ. ആർക്ക് പോയി? ലസിതമ്മായിക്ക് പോയി. പാവം ചേച്ചി തോറ്റുപോയി. അതുകൊണ്ട് നമുക്കൊരു കേക്ക് അങ്ങ് വാങ്ങി അത് കട്ട് ചെയ്തേക്കാന്ന് കരുതി. അപ്പൊ കേക്ക് കട്ട് ചെയ്യാ. ഡേ, കേക്ക് കണ്ടോ? ഇത് എൻ്റെ അമ്മായിക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ പിന്നെ കേക്ക് മുറിയിലേക്ക് പോവുക. ആരുടെ അവകാശം? നിങ്ങളുടെ അവകാശം. ലസിത പാലക്കലിൻ്റെ ഫേസ് ആയിട്ടുള്ളതാണ് ആ കേക്ക്. സാധാരണ നമ്മളൊക്കെ ഒന്നുകിൽ ബർത്ത്ഡേ ആയിരിക്കും, ബർത്ത്ഡേ ആകുമ്പോഴോ അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ നമുക്ക് യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 5K 10K അങ്ങനെയൊക്കെ അടിക്കുമ്പോഴോ സന്തോഷം കൊണ്ട് ഇതുപോലെ കേക്ക് കട്ട് ചെയ്യാറുണ്ട്. ബർത്ത്ഡേക്ക് കേക്ക് കട്ടാറുണ്ട്. ഇവള് കാണിക്കണത് ലസിത പാലക്കൽ തോറ്റു എന്ന് പറഞ്ഞും കൊണ്ട് ഇവള് സന്തോഷം കൊണ്ട് ഇവൾ അറുമാദിച്ചിട്ട് ഇവള് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേ ഇവള് പറയണത് പല്ല് കട്ട് ചെയ്യാം, തല കട്ട് ചെയ്യാം. എനിക്കിത് സത്യം പറഞ്ഞാൽ എടുക്കണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവളെ ഈ സാധനത്തിൻ്റെ വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഇത് എനിക്കൊരു വല്ലാത്തൊരു വിഷമമായിട്ട് മാറി. അതുകൊണ്ടാണ് എനിക്കത് കാണുമ്പോൾ തന്നെ ഒരുമാതിരി തോന്നി ഈ വീഡിയോ കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് മക്കളെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടാണ് ഇവൾ ഈ വേല ചെയ്യുന്നത്. മക്കളെ സപ്പോർട്ട്, ഉമ്മാരെ അതേ മക്കളെന്നേ എനിക്ക് പറയാനുള്ളൂ. ആ മക്കളെ വെച്ചിട്ട് മക്കളടുത്ത് ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ടും കൂടെ ചെയ്യിക്കുകയാണ്. എന്തുകൊണ്ട്? ഞങ്ങള് തകരാൻ ആഗ്രഹിച്ച സ്ത്രീയല്ലേ, നമ്മൾ ആഘോഷിക്കണ്ടേ? അങ്ങനെയൊക്കെ ഇപ്പൊ ചോദിച്ചാല് എന്താ പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം? എന്നാ പിന്നെ അവര് തന്നെ മുറിച്ചോട്ടെ. അവര് ഈ ഭൂമുഖത്ത് തന്നെ ഇല്ലാണ്ടാവണമെന്ന് ആഗ്രഹിച്ച സ്ത്രീയാണിതേ കിടക്കുന്ന. അപ്പൊ അവരുടെ മോന്ത മുറിക്കാനുള്ള തകർന്നു. ഒരു ഇലക്ഷന് നിന്നിട്ട് തോറ്റെന്ന് വിചാരിച്ചിട്ട് അങ്ങ് തകർന്നെന്നായ തോൽവിയും വിജയവും അതെല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവരും ജയിക്കണമെന്നില്ല. തോറ്റേന് എന്തോന്ന് കുഴപ്പം? എത്രയോ പേര് ഇലക്ഷന് നിന്നിട്ട് തോക്കണം. നീ അറുമാദിച്ച് ചിരിക്കാൻ നിനക്കെന്തോ ഇതിലും വലുത് വരാതിരിക്കണം. അതുകൊണ്ടാണ് നീ അങ്ങനെ ചിരിക്കണത്. അവകാശമെങ്കിലും നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണ്ടേ? എന്നാ മുറിച്ചോളൂ. വേഗം മാസ്ക് ഇട്ടിങ്ങ് പോരൂ. പിന്നെ അപ്പം മക്കൾക്ക് അതിനുള്ള അവകാശം കൊടുക്കുകയാണ് കേക്ക് കട്ട് ചെയ്യാൻ. അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നു. പിള്ളേരപ്പുറം ഇപ്പുറം ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. തള്ളേ മക്കളും കൂടെ തലങ്ങും വിലങ്ങും കണ്ടിച്ച് പല്ല് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു, തല കട്ട് ചെയ്യണം. അങ്ങനെ തലങ്ങും വിലങ്ങും കണ്ടിച്ചിട്ട് മകൻ ആ കത്തി വാങ്ങിച്ചും കൊണ്ട് ആ കേക്കിൻ്റെ അതെന്തിനാ ഇത് കണ്ടോ ഗൈസ്? ഇതാ കണ്ണ് കുത്തിയതാ. ഓന് എന്നത് തിന്നാൻ സമ്മതിക്കാണ്ട് കണ്ണിനിട്ടൊരു കുത്തി. മകൻ ആ കത്തി വാങ്ങിച്ചും കൊണ്ട് ആ കേക്കിൻ്റെ ആ കണ്ണുണ്ടല്ലോ, ലസിത പാലക്കലിൻ്റെ കണ്ണ്, ആ ഭാഗത്ത് മകൻ ആ കത്തി മേടിച്ചിട്ട് 2 കണ്ണിലും കുത്തി. എന്നിട്ട് അവൾ സന്തോഷം കൊണ്ട് അവൾ കാണിക്കുകയാണ്. ജസ്ന ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ഇൻ്റർവ്യൂ എടുക്കാതിരിക്കുന്ന ആൾ, ഇങ്ങനെയുള്ളവരെയൊക്കെ പോയി ഇൻ്റർവ്യൂ എടുക്കണവരെ സമ്മതിച്ചു കൊടുക്കണം. ഫസ്റ്റിൽ വന്നിട്ട് ഇങ്ങോട്ട് പറയണം,
ഒരു വിവാദ നായികയാണ്. എന്തോന്ന് അവൾ സിനിമയിൽ അങ്ങനെ അഭിനയിച്ച വിവാദ നായികയെന്ന് പറയണത്. ഇതിനെയൊക്കെ പിടിച്ചിട്ട് ഇതിനെയൊക്കെ നായികയെന്ന് പറഞ്ഞാൽ പിന്നെ എയറിൽ കയറിയിരിക്കണത് കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതായിരിക്കും. ഇവള് എയറിൽ കയറാൻ വേണ്ടിയാണല്ലോ ഇങ്ങനെയൊക്കെ വന്നിരുന്നും കൊണ്ട് ഒരു തള്ളുകൾ തള്ളണം. അത് ആദ്യം ഇവളെ പ്രസവിച്ചിട്ടിടം മുതൽ ഒരു കസിനുണ്ട്. കസിനെന്ന് പറഞ്ഞാൽ വാപ്പാര ചേട്ടൻ്റെയും കണ്ട മോന്. അപ്പം ഒരു സഹോദരനായിട്ടല്ലേ കണക്കാവുക. ആ കസിനുമായിട്ട് കുഞ്ഞുനാളിൽ അടിച്ചും പിടിച്ചുമൊക്കെ നടന്നെന്നോ കുട്ടിയിലേക്ക് എടുത്തുകൊണ്ട് നടന്ന് അങ്ങനെ അവർ ഭയങ്കര ഇഷ്ടമായിരുന്നെന്ന് ഇത് കോമഡിയല്ലേ. ഇപ്പം പിന്നെ പറയുന്നുണ്ട് ഇവള് പറയുന്നുണ്ട് കല്യാണം കഴിച്ച് ഇപ്പം കുടുംബമായിട്ട് കഴിയുന്ന കുട്ടികളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ കസിന് ചേട്ടൻ്റെ മോനെ സഹോദരനായിട്ടാണ് വരണത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവരെ മതത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. തളർന്നുറങ്ങാന്ന് അറിയില്ലേ, അങ്ങനെ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ഇവരെന്നോട് ഈ ദ്രോഹം ചെയ്യുന്നത്? എന്തിനാണ് എന്നെ ഈ കണ്ണാന്ന് വിളിക്കുന്നത്? എനിക്ക് കണ്ണൻ ആരാന്ന് പോലും അറിയില്ല. കാരണം ഞങ്ങളുടെ കണ്ണാന്ന് കളിയാക്കി വിളിക്കുന്നായിരുന്നോ അതോ കളിയാക്കി വിളിക്കുന്ന? ഓലൊരു പക്ഷെ ഒരു ഹിന്ദുവിന്റെ പേര് എന്നുള്ള രീതിയിലായിരിക്കാം. അങ്ങനെ തന്നെയായിരുന്നോ വിളിക്കുന്നത്? എന്ന് വെച്ചാല് ഞങ്ങളുടെ അവിടെയൊക്കെ താന്ന കാസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാരെയൊക്കെ ഇങ്ങനെ പേര് വിളിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി ഒരു പക്ഷെ അങ്ങനെയാണോന്നോ എന്തായാലും ഉദ്ദേശിച്ച് ഹിന്ദുക്കള് അങ്ങനത്തെ പാടില്ല. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി അങ്ങനെ ഉദ്ദേശിച്ച് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മതങ്ങൾ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി വന്നിരിക്കണത്. കണ്ണ എന്ന് വിളിച്ചു. അപ്പൊ കണ്ണാന്ന് വിളിച്ച സമയത്ത് ഇത് ദൈവമാണ് എന്നുള്ളതോ അല്ലെ കണ്ണൻ എന്താണെന്നുള്ളതോ എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഉമ്മാമന്റെ ആങ്ങളന്റെ കുടുംബമാണ് ചുറ്റിലും നമ്മുടെ ചുറ്റിലും ഉള്ളത്. ഞങ്ങൾക്ക് തന്നെ എൻ്റെ ഉമ്മാമക്കൊക്കെ പൈസ കുറവാണ് എന്നല്ലാതെ മുതൽ ഒരുപാടുണ്ടായിരുന്നു. ഉമ്മാമക്ക് തന്നെ അവിടെ 1 ഏക്കർ സ്ഥലം, ഞങ്ങൾക്ക് തന്നെ 1 ഏക്കർ സ്ഥലം അവിടെ ഉണ്ട്. ആ 1 ഏക്കറിൽ ഞങ്ങളുടെ വീട് മാത്രമേ ആ കാലത്തുള്ളായിരുന്നു. അപ്പൊ നമ്മുടെ ചുറ്റിലും ഹിന്ദു മതസ്ഥരോ ഉണ്ട് കേട്ടോ. അപ്പൊ ഹിന്ദു മതസ്ഥരെ വീട്ടിലേക്കൊന്നും എൻ്റെ ഉമ്മയോ ഒന്നും അങ്ങനെ പോവില്ല. വാപ്പ പോവും കേട്ടോ. വാപ്പ ബസ് പണിയെടുക്കുന്നോണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല, 3 മതത്തെയും താങ്ങിക്കൊണ്ടുപോകുന്ന ഒരേ ഒരു ഹിന്ദു മതക്കാരെ വീട്ടിൽ ഉമ്മ പോവൂല എന്ന് പറയുന്നത് ബസ്സാണ്. ബസ്സിൽ നിങ്ങൾ കയറിയവർക്കൊക്കെ കാണാം ഒരു യേശു ഉണ്ടാവും, ഒരു ഹിന്ദു, ഒരു മക്ക മദീന അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, ഒരു ശിവനോ കൃഷ്ണനോ അങ്ങനെ ഉണ്ടാവും. പാപ്പ അത് കണ്ട് വളർന്നൊരു വ്യക്തി. അപ്പം പാപ്പക്ക് ജാതിയും മതവും അങ്ങനത്തെ ഒന്നുമില്ല. പാപ്പന്റെ കൂടെ ജോലി ചെയ്യുന്നവരും മിക്ക ആൾക്കാരും ഹിന്ദുക്കളാണ്. പക്ഷെ പാപ്പാക്ക് അങ്ങനെ ഉണ്ടല്ലോ, അത് നല്ല കാര്യം. അങ്ങനെയൊന്നുമില്ല. എന്റെ മൂത്ത സിസ്റ്റർ ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ പോയാൽ വെള്ളം കൂടി കുടിക്കാത്ത ഒരാളാണ്. അയ്യോ ഇപ്പയും അയ്യോ, അത് ഏത് സിസ്റ്റർ? മൂത്ത സിസ്റ്റർ ഹിന്ദുവിന്റെ വീട്ടിൽ പോയാൽ പച്ച വെള്ളം പോലും കുടിക്കൂല. അതൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അതൊക്കെ എന്തൊരു ചിന്താഗതിയാ. അല്ല, ഓൾക്ക് അത് ഇഷ്ടമല്ല. ഓളെ വീടിന്റെ അടുത്തൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഓക്കായിട്ട് സെപ്പറേറ്റ് അവര് സാധനം വാങ്ങി കൊടുക്കും. നീ തന്നെ വീട്ടിൽ നിന്ന് വെച്ചുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് അത് താല്പര്യം ഇല്ലാത്തോല നമ്മൾ. ശരിയാണ്. പക്ഷേ സ്വർണ്ണ കിണ്ടിയും കൊണ്ട് ജനിച്ചോളാ ഹിന്ദുക്കളെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കൂലെന്ന്. അത് വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം പറയാണ്. സ്വാഭാവികമായിട്ടും നമ്മളൊരു സംഭാഷണം നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് ക്ലാരിറ്റി കൊടുക്കണമല്ലോ. അത് ആ വ്യക്തിയുടെ ഒരു താല്പര്യമാണ്. ഒരിക്കലും ഹിന്ദുവിന്റെ വീട്ടിൽ നിന്നോ ക്രിസ്ത്യന്റെ വീട്ടിൽ നിന്നോ മുസ്ലിമിന്റെ വീട്ടിൽ നിന്നോ ബുദ്ധന്റെ വീട്ടിന്റെ ജൈനന്റെ വീട്ടിൽ നിന്ന് എന്ത് കിട്ടിയാലും ഞങ്ങൾ കഴിക്കും. എന്റെ പൊന്നെ, ഇന്റർവ്യൂ എടുക്കണ സഹോദര, എന്തിനാണ് ഇങ്ങനെയുള്ള സാധനത്തിനെയൊക്കെ പിടിച്ചു വെച്ച് ഇന്റർവ്യൂ എടുക്കണ? വായി തോന്നണതാണ് ഇരുന്ന് പറയണത്. ഇത് 2 മതങ്ങളും കൂടെ തമ്മിൽ അടുപ്പിക്കണ വേലകളാണ് ഇരുന്നുകൊണ്ട് പറയണത്. എന്തുമാത്രം ജനങ്ങൾ കാണുന്നതാണ് ഇങ്ങനെ ഉള്ള ഇതൊക്കെ. ഈ വീഡിയോയൊക്കെ ഈ ഇൻ്റർവ്യൂ ഒക്കെ കാണൂലേ ജനങ്ങൾ? അപ്പോഴേ അവരെ മനസ്സിൽ എന്തേലും വിചാരിക്കൂല? ഹിന്ദുക്കളെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കൂല, ഹിന്ദുക്കളെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കൂല. അങ്ങനെ ഉള്ളവളാണ് കണ്ണനെന്നും പറഞ്ഞ് കണ്ണാന്നും പറഞ്ഞ് നടക്കണം. ഞാനും കഴിക്കും. എനിക്ക് ആ വിരോധമല്ല. ഞാൻ എന്നിട്ട് അവളോട് കളിയാക്കി ചോദിക്കും, നിനക്ക് വെറുതെ പറ്റൂലല്ലേ, നീ ഹോട്ടലിൽ പോയിട്ട് തിന്നലുണ്ടല്ലോ, അത് ആര് വെക്കലാന്ന് ചോദിക്കും. അവളോട് എന്നെ ചോദിച്ചിട്ടുണ്ട്. എന്തും കഴിക്കുന്ന പറയുമ്പോൾ അതിൻ്റെ ഒരു വിഷയമുണ്ട്. കഴിക്കാൻ ഇഷ്ടമുള്ളത് കഴിക്കും എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ആദ്യം പറഞ്ഞ് കഴിക്കൂലെന്ന്, ഹിന്ദുക്കളെ വീട്ടിൽ പോയി പച്ചവെള്ളം പോലും കുടിക്കൂലെന്ന്. ഇപ്പം പറയണ് കഴിക്കാൻ ഇഷ്ടമുള്ളത് കഴിക്കും. അപ്പോഴും എവളി ചോദിച്ചെന്ന് എനിക്കിന്ന് ഹോട്ടലിൽ പോയി കഴിക്കില്ലേ? ഹോട്ടലിൽ പോയി കഴിക്കണത് ഹിന്ദുക്കളല്ലേ ഹോട്ടലിൽ? ഹിന്ദുക്കളെ ഹോട്ടലുണ്ട്.
എത്രയോ പേര് പോയി കഴിക്കണതുണ്ട്. ഇനിയിപ്പോൾ അവിടെ വിശന്ന് വലഞ്ഞ് ചെല്ലുമ്പോൾ ഇനി ഹിന്ദുവിൻ്റെ ഹോട്ടലാണോ മുസ്ലിമിൻ്റെ ഹോട്ടലാണെന്ന് നോക്കാത്ത എത്രയോ പേരുണ്ട്. ആഹാരം പിന്നെ അങ്ങനെ എങ്ങാനും ഉണ്ടാ? ഹലാൽ ഫുഡ് മാത്രമേ നാം കഴിക്കുള്ളൂ. അത് പക്ഷെ ഞാൻ അറിയാൻ ഈ ഹലാൽ ഹറാം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ നമ്മുടെ ഇസ്ലാം മതത്തിലാണ് അത് പ്രധാനമായിട്ടുള്ളത്. അതിനെങ്ങനെയാ നോക്കി കാണുന്നത്? എനിക്കങ്ങനെ വിശന്ന് വലിഞ്ഞു നിൽക്കുന്നവന്റെ മുമ്പില് വരുന്ന ഭക്ഷണം ദൈവമാണ്. അത് ഹലാലാണോ ഹറാമാണോ അല്ല. നീ നോമ്പെടുക്കുന്ന ഒരാൾ ഇന്റർവ്യൂ നടത്തണോനെ ഈ മറുപടി അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അയ്യോ മാസ് മറുപടി. പിന്നെ ഭയങ്കര മാസല്ലായിരുന്നു കുറ്റങ്ങൾ പറയണത്. നോമ്പെടുത്ത് വാങ്ങ് വിളിക്കുന്ന സമയത്ത് ഉമ്മ ഇത് ഹലാലോ ഹറാമോന്നോ ചോദിക്കല്ലേ വാരി വിഴുങ്ങുകയോ ചെയ്യാം. അല്ല, ഹലാൽ എന്ന വാക്കിന് ശുദ്ധമായത് എന്നേ അർത്ഥമുള്ളൂ. അതായത് നമ്മളിപ്പോ പറയുന്ന ചില മാംസങ്ങൾ നമുക്ക് ഹറാമാന്ന് പറയുന്നത് ശാസ്ത്രീയപരമായിട്ടും അത് ഓവറായിട്ട് കഴിക്കുന്നത് നമ്മുടെ വയറിനും നമ്മുടെ ചെറുകുടലിനും അതുപോലെ തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ശാസ്ത്രീയമായി തെളിയിച്ചാണ്. അതാണ് സംഭവം. പക്ഷെ ഇത് മതം പിടിച്ചിട്ട് വേറെ അത് സ്വർഗത്തിലേക്കുള്ള പാതയാക്കി എടുത്തതാണ്. തീർച്ചയായിട്ടും. അപ്പം ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ ഹറാമായത് കഴിക്കില്ല, ഹലാലായതേ കഴിക്കും. ഞാൻ ഇതുവരെ ഹറാമ് കഴിക്കാൻ നമുക്കിപ്പോ ഹറാമ് എന്ന് പറയാൻ ഇപ്പൊ പന്നിയിറച്ചിയാണ് എന്റെ അറിവിലുള്ളത്. എനിക്ക് ബീഫ് തന്നെ എനിക്ക് കഴിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. അതുകൊണ്ട് ബീഫിന് ഇപ്പം സംഘികളുടേതാണ് ആയതുകൊണ്ടൊന്നും അല്ല കേട്ടോ ബീഫ് ഞാൻ കഴിക്കാത്തത്. ബീഫ് എങ്ങനെയാ സംഘികളുടെ ആകുന്നത്? ഗോമാതാവ് അവരുടെ ദൈവമാണല്ലോ. അല്ല, ബീഫ് അതാണ് അതൊക്കെ. പക്ഷെ ബീഫ് എന്ന് പറയുന്നത് പോത്തിറച്ചിയാ. പശുവിനെ കൊല്ലുന്നതോട് എനിക്കും വിയോജിപ്പുണ്ട്. സ്വാഭാവികമായിട്ടും എന്താ പറയാ, പശു എന്ന് പറയുന്നത് പശുവിനെ കൊല്ലുമ്പോ നിനക്ക് സങ്കടം വരുമ്പോ പോത്തിനെ കൊല്ലുമ്പോ നിനക്ക് എന്തുകൊണ്ട് സങ്കടം വരുന്നില്ല? പോത്തിനെ കൊല്ലുമ്പോ നിനക്ക് എന്തുകൊണ്ട് സങ്കടം ഉണ്ട് എനിക്ക് രണ്ടിലും. പക്ഷേ എങ്കിൽ പോലും എന്താ ഒരു ചെറിയൊരു വിഭാഗത്തിന്റെ ഒരു എന്താ പറയാ അവർ ആരാധിക്കുന്ന ഒരു ഇതെന്ന രീതിയിൽ നമ്മൾ പരിഗണിച്ച് വിടുക എന്നുള്ള പരിഗണന കൊടുക്കുക എന്നുള്ളത്. ഇത് പറഞ്ഞിട്ട് കേട്ടിട്ട് നീ പോയാ മതി. ഞാൻ ഏറില്ല. നീ മീൻ കഴിക്കുമോ? ഞാൻ മീൻ കഴിക്കും. മീൻ എങ്ങനെയാടാ ഹലാലാവുക? അതാ മീൻ എന്താ ഹലാലല്ലാത്ത? ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലാന്നില്ലേ? ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ മീൻ അതിന്റെ എനിക്ക് എന്താ ഇസ്ലാമിക കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിൽ പോലും മീൻ എന്ന് പറയുന്നത് ഈ അറിയാൻ വയ്യാത്ത നീ എന്തിന് വന്നിരുന്ന് എവളടുത്ത് ചോദ്യങ്ങൾ ചോദിക്കണ്? അവള് വെളിവില്ലാതെ പലതും വിളിച്ചു പറയണു. ഇസ്ലാം പറഞ്ഞിരിക്കുന്നുണ്ട് ചത്തതിന് കഴിക്കാൻ പാടില്ല. മീൻ സ്വയം തലതല്ലിച്ചാവുന്നത് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. മീൻ സലീം കൊടുത്തുവിട്ട സ്പ്രേ എടുത്ത് അടിച്ച് തലയ്ക്കെല്ലാം കൂടെ കയറി വന്നിരുന്ന് ഇൻ്റർവ്യൂ എടുക്കും കണക്കാണ്. ആ പാവപ്പെട്ടവനെ ആ ഇൻ്റർവ്യൂ എടുക്കണവനെ അവിടെ അങ്ങ് ഇരിക്കാനും നിൽക്കാനും സമ്മതിക്കാതെ വിളിച്ച് വരുത്തിയിട്ട് വായി തോന്നണേണ് അവൾ വിളിച്ച് പറയണത്. അത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷെ അതിന്റെ ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ എന്താ പറയാ വസ്തുതാപരമായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത്. പക്ഷെ അതിന്റെ ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഇസ്ലാമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചത്ത സാധനത്തിനെ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നെ ഈ മൊല്യന്മാരൊക്കെ എന്തുകൊണ്ട് മീനിനെ കഴിക്കുന്നത്? ഇതൊരു മികച്ച ഒരു ചോദ്യം തന്നെയാണത്. സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പിടിച്ചു കഴിഞ്ഞാണല്ലോ അത് പിടിച്ചോ കഴിഞ്ഞോ എന്നല്ല, അല്ലെ അവരത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കോയിനെയും പോത്തിനെയും അത് അവര് അതിൻ്റെതായിട്ടുള്ള. പക്ഷെ അതിൻ്റെ അകത്ത് വേറെ കാര്യമുണ്ട്. ഈ രക്തവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെന്തോ ഒരു ഇതുണ്ട്. അതായത് നമ്മൾ ഇപ്പോഴും ഉസ്താദന്മാരൊക്കെ കേട്ടല്ലോ, ഇതാണ് കാര്യം. അപ്പം ഈ ചത്ത മീനിന് മുയിലിയാക്കന്മാരും പറയണതാണ്, മുസ്ലിയാക്കന്മാരും എന്തുകൊണ്ട് കഴിക്കുന്നു? അതൊന്നും കുഴപ്പമില്ലേ? ഇൻ്റർവ്യൂ എടുത്ത ആളിനും അറിഞ്ഞൂടാ ചത്ത മീനാണ് കഴിക്കണത്. മുസ്ലിയാക്കന്മാരായിരുന്നാലും അതിനുള്ള മറുപടി പറയണമെന്നാണ് പറയണത്. അപ്പോൾ മുസ്ലിയാക്കന്മാർ കഴിക്കണില്ലേ? അറിവുള്ള ആളുകൾ മറ്റുള്ളവർ കഴിക്കണില്ലേ? മുസ്ലിങ്ങൾ കഴിക്കുന്നില്ലേ എന്നൊക്കെയാണ് എവളെ ഒരു ചോദ്യം, വിവരമില്ലാത്തവള ചോദ്യം. അപ്പോൾ അത് നമുക്ക് ഒന്ന് കേട്ട് നോക്കാം. ഒരു ഉസ്താദ് പറയണമെന്ന് കേൾക്കാം. പല ആളുകളും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അതിനൊരു കൃത്യമായ ക്ലാരിഫിക്കേഷൻ വീഡിയോ ചെയ്യുന്നത്. ചത്തുപോയതെല്ലാം ജീവൻ പോയതെല്ലാം നജസാണ്, അത് മുഴുവനും കഴിക്കാൻ പാടില്ലാത്തതാണ് എന്ന് ഒരിക്കലും ഇസ്ലാം പറഞ്ഞിട്ടില്ല. മത്സ്യം അതുപോലെ ജറാദ് എന്ന് പറഞ്ഞൊരു കിളിയുണ്ട്.
ഇത് രണ്ടും സ്വാഭാവികമായി ജീവൻ പോയാലും ചത്തുപോയാലും മറ്റൊരാൾ കൊന്നാലും ഇത് രണ്ടും നമുക്ക് ഭക്ഷണ യോഗ്യമാണ്, ഭക്ഷിക്കാം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. മത്സ്യം കടലിൽ നിന്ന് ചത്തതിന് ശേഷമാണല്ലോ നമുക്ക് കിട്ടുന്നത്, അതല്ലെങ്കിൽ വലയിൽ കുടുങ്ങി ചത്തുപോയതിന് ശേഷമാണല്ലോ നമുക്ക് കിട്ടുന്നത്, അതല്ലെങ്കിൽ കരയിലേക്ക് പിടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അതിന്റെ ജീവൻ പോകുമല്ലോ. മറ്റൊരാള് ഇസ്മി ചൊല്ലി അറക്കാത്തതാണല്ലോ, അത് മുസ്ലിമിന് നിഷിദ്ധമാണല്ലോ എന്ന രൂപത്തിൽ ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വായി തോന്നണത് ഒരു ഉസ്താദാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് വായി തോന്നണത് വിളിച്ചു പറയണം. നീ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള സാധനത്തിനെയൊക്കെ ഇൻ്റർവ്യൂ എടുക്കണ നേരത്തിന് വേറെ എന്തെങ്കിലും ചെയ്യണം. എത്രയോ നല്ല മനുഷ്യർ കിടപ്പുണ്ട്, അവരെയൊക്കെ പോയിരുന്ന ഇൻ്റർവ്യൂ എടുത്തൂടെ? ഈ ഇങ്ങനെയുള്ള വായി തോന്നണ വിളിച്ചു പറയുകയും അവൾ വന്നിരുന്ന് റീച്ചിന് വേണ്ടി വെളുപ്പിക്കാൻ നോക്കുകയൊക്കെ ചെയ്യണം. അവൾക്ക് വേണ്ടത് റീച്ചാണ്, റീച്ചും വേണം, അതിൽ നിന്ന് അവൾക്ക് പണം ഉണ്ടാക്കണം. അതിന് വേണ്ടിയാണ് ഇവൾ ഈ കോലങ്ങൾ മൊത്തവും കാണിക്കണത്. അവൾ ഓരോ വീഡിയോകൾ കാണുമ്പോൾ തന്നെ അറിയാം. ഈ വർഗീയത ഉണ്ടാക്കുന്ന ഈ ജസ്ന ഒരു കാര്യം മനസ്സിലാക്കുക. ജസ്ന ഗുരുവായൂർ അമ്പലത്തിൽ പോയി അവിടെ കയറി കേക്ക് കട്ട് ചെയ്യുകയും റീൽസ് എടുക്കുകയും ചെയ്യുന്നു. അതുപോലെ ഇപ്പം മുത്തപ്പൻ്റെ അടുത്ത് പോയി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഈ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ഒന്ന് ഓർമ്മിക്കുക ഓരോ കാര്യങ്ങൾ. ഈ മതങ്ങൾ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജസ്ന ഓരോന്ന് കാട്ടിക്കൂട്ടണത്. അപ്പോഴൊന്ന് ചിന്തിക്കുക. ജസ്ന ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയിട്ട് ഒരു മുസ്ലിം പള്ളിയിൽ കയറിയിട്ട് ജസ്ന റീൽസ് എടുത്തോ കേക്ക് കട്ട് ചെയ്തോ ഒന്ന് ഇടാൻ നോക്കിക്കാണ്. പിന്നെ ജസ്ന അന്നേ ചെയ്യുള്ളൂ. ഇതൊന്ന് മനസ്സിലാക്കുക.